ജ്യോതിഷത്തിലെ പരിഹാരങ്ങൾ. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് പോയത് കഴിഞ്ഞ 2 ദിവസമായിട്ട് തുടങ്ങിയതാണ്, ഒരു സീരീസ് ആയിട്ട് പറയുകയാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞു ഋഗ്വേദം യജുർവേദം, സാമവേദത്തിന്റെ ഭാഗം ഋഗ്വേദത്തിലുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഋഗ്വേദവും യജുർവേദവും വരികളെ അവയുടെ അർത്ഥസഹിതം വ്യാഖ്യാനിക്കുന്ന ഒരു പരിപാടിയാണിത്. ശാസ്ത്രീയമായി വിലയിരുത്തിയിട്ട് അതിന്റെ അർത്ഥം വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുന്ന ഒരു പരിപാടിയാണിത്. അത് തന്നെ അതിലുള്ള ചില കാര്യങ്ങൾ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് ഉപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം കഥരൂപത്തിലാണ് വേദത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ കഥരൂപത്തിലാണ്, പുരാണ കഥകളായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അപ്പം നമ്മൾ ഏതിലെല്ലാം കിടക്കുന്നുണ്ട്? ഋഗ്വേദം, യജുർവേദം, 108 ഉപനിഷത്തുകൾ, പ്രധാനപ്പെട്ട പുരാണ കഥകൾ, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്രമത്തിൽ നമ്മൾ വേദത്തിലുള്ള ശാസ്ത്ര തത്വങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ സീരീസ് കഴിയുമ്പോൾ എല്ലാവർക്കും തന്നെ, അത് കേൾക്കുന്നവർക്ക് തന്നെ വേദങ്ങൾ, 108 ഉപനിഷത്തുക്കളെ വ്യക്തമായി മനസ്സിലാക്കാൻ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് അതിനെ സമീപിക്കാൻ പറ്റും. കൂടാതെ അവർ ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്, ഇതില് നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തിയതും കണ്ടെത്താനിരിക്കുന്നതുമായ എല്ലാ ശാസ്ത്രങ്ങളുമാണുള്ളത്. പ്രപഞ്ചഘടനയടക്കം ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതെല്ലാം നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ജ്യോതിഷത്തെ പറ്റിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ജ്യോതിഷത്തെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ, വേദങ്ങൾ തന്നെ പറയുന്നത് എന്താണ്? എല്ലാ ശാസ്ത്രത്തെയും ജ്യോതിഷത്തിലൂടെ നോക്കിക്കാണും. അപ്പം ജ്യോതിഷത്തെ പറ്റി പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. പക്ഷെ അതേസമയം ജ്യോതിഷത്തിലെ എല്ലാ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ കടക്കുന്നത് ജ്യോതിഷം നേരിടുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, യുക്തിവാദികളെല്ലാം ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. പിന്നെ ജ്യോതിഷത്തിന്റെ പേരിലുള്ള ചില തെറ്റായ ധാരണകൾ, അതെല്ലാം ഒന്ന് മാറ്റുക എന്ന ലക്ഷ്യം മാത്രമേ ഇതിനുള്ളൂ. അതിനൊരു ശാസ്ത്രീയ അടിത്തറയിൽ വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ ജ്യോതിഷമല്ലേ, ജ്യോതിഷികൾ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യം, ഒരേ സമയത്ത് 2 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ഒരാൾ ചിലപ്പോൾ രാജാവാവും, ഒരാൾ വേറെന്താവും. ഇതെന്തുകൊണ്ടാണെന്നാണ്. ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് അങ്ങനെ ജനിക്കുന്നുണ്ട്. അതിന് സാധാരണ ജ്യോത്സ്യന്മാര് ചിലവരെല്ലാം പറഞ്ഞൊപ്പിക്കുന്നത് മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം കൊണ്ടാണ് ഈ വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. അതൊരു ശരിയായ സമീപനമല്ല. പറയുന്നവർക്കും അറിയാം അത് വെറുതെ ഒരു ഉത്തരം നൽകാൻ വേണ്ടി പറയുന്നതാണ്. കാരണം നമ്മളിപ്പോൾ നമ്മളെ വാച്ചും അടുത്തുള്ള ആളുടെ വാച്ചും ചുമരിലെ ക്ലോക്കും നോക്കിക്കഴിഞ്ഞാൽ സമയങ്ങൾ എത്രയോ മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ 5 മിനിറ്റിന്റെ പോലും വ്യത്യാസങ്ങൾ അതിനകത്ത് കാണാം. അന്ന് മൈക്രോ സെക്കൻഡിലല്ല ഉള്ളത്. ഇപ്പം പ്രസവം നടക്കുന്ന ആശുപത്രിയിലെ ക്ലോക്കിൽ എന്തായിരിക്കും, നേഴ്സിന്റെ വാച്ചിൽ എന്തായിരിക്കും, ഇതൊന്നും പറയാൻ പറ്റില്ല. വ്യത്യസ്തമായിരിക്കും. മൈക്രോ സെക്കൻഡ് വെച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ ജാതകം നോക്കാൻ വരുമ്പോൾ ജാതകമായിട്ട് വരുന്നവരുടെ എഴുതി വെച്ചിരിക്കുന്ന കാണുന്ന എത്രയാണ്? ഒന്നിക്കൽ 9 മണി, അല്ലെ 9:15, 9:30, ഇങ്ങനെയെല്ലാം അധികം ഒരു കാലുകാരെയെല്ലാം വെച്ചിട്ടാണ് ഭൂരിപക്ഷവും ഉള്ളത്. ചിലവർ മാത്രം 5 മിനിറ്റ് വെച്ച് 9:05, 9:10, 9:15 ഇങ്ങനെ പറയും. ഇതെല്ലാം ഇങ്ങനെ 9:01, 2:00 ജനിക്കില്ല. അങ്ങനെ പറയുന്ന കേസുകൾ വളരെ കുറച്ചാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? പ്രസവം നടക്കുമ്പോൾ ആ സമയത്ത് അവർക്ക് അതിന്റെ കാര്യങ്ങളിലാണ് ശ്രദ്ധ. അതെല്ലാം കഴിഞ്ഞ് ഒരുമാതിരി ഒരു വഴിയെല്ലാകുമ്പോൾ ഇനിയിപ്പോ ഇവർ സമയം ചോദിക്കുമല്ലോ, അപ്പം മുകളിൽ ക്ലോക്കിൽ നോക്കും. ക്ലോക്കിൽ തന്നെ ഏതെങ്കിലും സമയമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ക്ലോക്കുകളിൽ തന്നെ പല ക്ലോക്കിൽ നോക്കിയാൽ പല സമയമായി, അല്ലെങ്കിൽ വാച്ചിൽ നോക്കും. എന്നിട്ട് ഒരു റൗണ്ട് ചെയ്ത് സമയം പറയും. ഇതാണ് പ്രായോഗികമായിട്ടുള്ളത്. അതേ പ്രായോഗികമായിട്ടുള്ളൂ. അല്ല മൈക്രോ സെക്കൻഡ് വെച്ചൊന്നും നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഈ മറുപടി മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം കൊണ്ട് ഒരാള് രാജാവും ഒരാളെ പിച്ചക്കാരനും ആവുമെങ്കിൽ പിന്നെ ഈ ജാതകം നോക്കിയിട്ട് കാര്യമില്ല. കാരണം എല്ലാം മിനിറ്റുകളുടെ വ്യത്യാസം കിടക്കുകയാണ്. മിനിറ്റുകൾ ചിലപ്പോൾ 7 മണി 8 മണി എന്നും പറഞ്ഞു വരുന്നവരുമുണ്ട്. മണിക്കൂറിന്റെ വ്യത്യാസം തന്നെ ചിലപ്പം കാണാം. അതെല്ലാം ഊഹിച്ചടിക്കുന്നതാണ്. അത് വെച്ച് ജ്യോതിഷം നോക്കാൻ പറ്റൂലല്ലോ. നോക്കിയാൽ തന്നെ ലോട്ടറി അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് പോവുകയായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക. കാരണം ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് പിച്ചക്കാരൻ രാജാവാകുമെങ്കിൽ ഇത് വെച്ചിട്ട് ജ്യോതിഷം നോക്കിയിട്ട് നോക്കുന്നതിൽ അർത്ഥവുമില്ല. പറയുന്നവർക്കും അറിയാം. അതുകൊണ്ട് ജ്യോതിഷം ആവിഷ്കരിച്ചിരിക്കുന്നവര് ശരിയായ
കുറെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സമയങ്ങളൊന്നും തെറ്റിപ്പോയോണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. കയറി വന്നു കഴിഞ്ഞാൽ നാളെ നടക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് നടക്കും. ആ വ്യത്യാസമേ മാക്സിമം ഉള്ളൂ. പിന്നെ എങ്ങനെ ഫലം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഭാവം വെച്ചാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്, അല്ല രാശിചക്രം വെച്ചല്ല. ഭാവചക്രം ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. അല്ലാതെ രാശിചക്രം തന്നെ ഭാവമായിട്ടൊക്കെ എടുത്തങ്ങ് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഫലം പറയേണ്ടത് ഭാവം വെച്ചാണ്. ഭാവം വെച്ച് പറയുമ്പോൾ ഈ 5-10 മിനിറ്റ് ഒന്നും മാറിയുണ്ടെന്നും ഒരു കുഴപ്പമില്ല, വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം ഭാവം വെച്ച് ഫലം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ഭാവം വെച്ചാണ്, ഭാവഫലമാണ് പറയുന്നത്. അപ്പം ജ്യോതിഷം ആവിഷ്കരിച്ചവര് അത്തരത്തിലാണ് ആവിഷ്കരിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ഒരേ സമയത്ത് ജനിക്കുന്നവര് 2 തരത്തിലായി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്നെന്ന് പറഞ്ഞാല് ഒരേ സമയത്ത് തന്നെ 2 കുട്ടികൾ മാത്രമല്ല ജനിക്കുന്നത്. ചിലപ്പോൾ പട്ടി ജനിക്കുന്നുണ്ട്, പൂച്ച ജനിക്കുന്നുണ്ട്, ബാക്ടീരിയ ജനിക്കുന്നുണ്ട്, ഇങ്ങനെ പലതും ജനിക്കുന്നുണ്ട്, ചെടികൾ മുളച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരേമാതിരി ആകണമെന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ മീനിങ്ലെസ് ആണ്. ഒരു സമയത്ത് ജനിക്കുന്നത് പല തരത്തിലായിരിക്കും, പല ജീവികളാണ് ജനിക്കുന്നത്. അതിൽ മനുഷ്യര് 2 എണ്ണമായിപ്പോയി. അതുകൊണ്ട് ഇതെല്ലാം ഒരേമാതിരി ആണെന്ന് ചോദിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. എന്തുകൊണ്ട്? ഓരോ ആള് ജനിക്കുന്നതും ഓരോ കർമ്മം ചെയ്യാനാണ്. ചിലവർ രാജാവായിട്ട് ജനിക്കാനാണ്, രാജാവാകാൻ വേണ്ടിയായിരിക്കും. ചിലവർ പിച്ചക്കാരാകുന്നുണ്ടാവും. അവരുടെ കർമ്മം ആ ഫീൽഡിൽ അവർ കർമ്മം ചെയ്യുന്നത്. അത് ഒരേ സമയത്ത് ജനിച്ചുകൊണ്ട് ആണെന്നൊന്നുമില്ല. അപ്പൊ ആ സമയം വെച്ചല്ലേ നമ്മൾ ഫലം പറയുന്നത് എന്നൊരു ചോദ്യം അപ്പോഴവിടെ വരും. യഥാർത്ഥത്തിൽ ജ്യോത്സ്യം ഫലം പറയുന്നത് എന്തെന്നാണ്? അവരെയൊന്നും നോക്കിയിട്ടല്ല, അവർ രാജാവാണോ പിച്ചക്കാരനോ ഒന്നും നോക്കിയിട്ടല്ല. സാധാരണ ഫോണിലോട്ട് വിളിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം തരും, നമ്മൾ ഫലം പറയും. എന്താണ് പറയുന്നത്? നമ്മൾ പറയുന്നത്, നിങ്ങൾക്കിന്ന് ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്കിന്ന് നല്ലൊരു ഭക്ഷണം കിട്ടും, ഭക്ഷണത്തിൽ തൃപ്തി കിട്ടുമെന്ന് പറയുകയാണെന്ന് വെച്ചോ. അതൊരു രാജാവാണെങ്കിലും അങ്ങേർക്ക് എന്തുണ്ടാവും? എപ്പോഴും വെക്കുന്ന കുക്ക് മാറിയിട്ടുണ്ടാവും, പുതിയ കുക്കായിരിക്കും. അപ്പൊ ഒരു വായിക്കൊരു വ്യത്യാസം എല്ലാം തോന്നും, ആ കൊള്ളാം, ഇന്നത്തെ ഊണ് കൊള്ളാം എന്ന് പറയും. അയാൾക്കൊരു സംതൃപ്തി. ആർക്ക്? രാജാവിന്. ഒരു പിച്ചക്കാരനാണെങ്കിൽ പിച്ചക്കാരനെ എപ്പോഴും കിട്ടുന്ന എന്തെങ്കിലും വേണ്ടാത്ത കളഞ്ഞിട്ടായിരിക്കും എന്ന് വെച്ചോളൂ. പക്ഷെ അന്ന് ഏതെങ്കിലും ഒരാൾ ഭക്ഷണം വാങ്ങി, ഒരു ബിരിയാണി വാങ്ങിയ ഇന്ന് വേണ്ട, കിടക്കട്ടെ, ഇങ്ങേർക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് അന്നപ്പോ ഒരു തൃപ്തി. രണ്ടുപേരുടെയും തൃപ്തി ഒന്ന് എന്ത് തന്നെയാണ്? രാജാവിന്റെ തൃപ്തിയും പിച്ചക്കാരന്റെ തൃപ്തിയും ഒന്ന് തന്നെയാണ് ഭക്ഷണ കാര്യത്തിൽ. അതുമാതിരി ഒരാളോട് പ്രൊമോഷൻ കിട്ടുന്ന പറഞ്ഞാൽ, രാജാവിന് പ്രൊമോഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ വേറെ രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കിയതായിരിക്കും. പിന്നെ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് വേറെ പ്രൊമോഷൻ കിട്ടുക. രണ്ടുപേരുടെയും തൃപ്തി എന്താണ്? ഒന്ന് തന്നെയാണ്. ഇപ്പം ജ്യോത്സ്യർ പറയുന്നത് എന്താണ്? ഇന്ന് ജോലിപരമായിട്ട് നല്ല സമയം എന്നേ പറയുള്ളൂ, അല്ലാതെ രാജാവാണോ ഇതൊന്നാണ്. അവരവരുടെ മാനസിക അവസ്ഥ വെച്ചിട്ടാണ് ജ്യോതിഷം പറയുന്നത്. അത് രണ്ടുപേർക്കും ഒരേ ഫലം തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും ഒരു ഫലം പറയുമ്പോൾ അയാളുടെ അടിസ്ഥാനത്ത് അന്നത്തെ അവസ്ഥ അനുസരിച്ചാണ് അതിനെ വിലയിരുത്തുന്നത്. അതിൽ മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസമില്ല. പിന്നെ ജനിപ്പിക്കുന്നത്, ഓരോ ആളെയും ജനിപ്പിക്കുന്ന ഓരോ കർമ്മം ചെയ്യാണ്ടാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് കിടക്കാം. ജീവാത്മാവ്, എല്ലാവരുടെയും ജീവാത്മാവ് വ്യത്യാസമാണ്. പരമാത്മാവാണ് ഒന്ന്. ഇപ്പോൾ ഈ ജീവാത്മാവിനാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ, ഓരോ ആൾക്ക് ഓരോന്നാണ്. അതെന്താണെന്നെല്ലാം പിന്നീട് പറയാം. അതിനാണ് കർമ്മങ്ങൾ തീരുമാനിക്കുന്നത്. പലവർക്കും പല കർമ്മങ്ങളാണ് വിധിച്ചിരിക്കുന്നത്. ആ കർമ്മത്തിന് വേണ്ടിയാണ് ജനിക്കുന്നത്. അപ്പൊ രാജാവാക്ക് ജനിക്കേണ്ടി വരും, അല്ല ഒരു സമയം തന്നെ ജനിപ്പിക്കേണ്ടി വരും. അതിലൊന്നും വേറെ കാര്യമൊന്നും ഇല്ല. പിന്നെയുള്ള ഒരു ചോദ്യം വരുന്നത് ഈ പരിഹാരക്രിയകളെ പറ്റിയാണ്. ഏറ്റവും അധികം ജ്യോതിഷ പരിഹാരങ്ങൾ ജ്യോത്സ്യരെല്ലാം ശരിയായി കൊടുക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ അത് പറയുമ്പോൾ തന്നെ അവർ ജ്യോതിഷത്തെയാണ് നിഷേധിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു ജ്യോതിഷം വരികയാണ്, ഒരാള് കൃത്യം 10 മണിക്ക് മരിക്കും. അത്രയും കൃത്യമായിട്ടൊന്നും ജ്യോതിഷത്തിൽ ആർക്കും പറയാൻ പറ്റില്ല. അതിന് പറയാണെന്ന് വെച്ചോ, കൃത്യം 10 മണിക്ക് മരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് അയാൾ 10 മണിക്ക് മരിച്ചിട്ടില്ല, ഇനി ഏതെങ്കിലും വഴിയിലൂടെ അത് മാറ്റുകയാണെങ്കിൽ ജ്യോതിഷം പൊളിഞ്ഞു. പിന്നെ ആ ജ്യോതിഷം നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് നമ്മളെ കർമ്മഫലം കൊണ്ട് എന്തും മാറ്റാമെന്ന് വരികയാണ്. പിന്നെ ഈ ജ്യോതിഷത്തിന്റെ അർത്ഥം എന്താണ്? എടുത്ത് ദൂരെ കളയണം.
അപ്പോൾ 10 എന്ന് പറയുന്നത് 10 മണി 1 മിനിറ്റ് ആയി പോയി മാറ്റാൻ പറ്റുമെങ്കിൽ ജ്യോതിഷം തെറ്റി. പിന്നെ ആ ജ്യോതിഷം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ദൈവത്തിന് മുകളിലായി പോയി ആ ജ്യോത്സ്യർ. നമ്മൾ പുരാണ കഥകൾ പോലും അത് അംഗീകരിക്കുന്നില്ല. ഉദാഹരണമായിട്ട് ശിവന്റെ ആദ്യത്തെ ഭാര്യ സതി തീയില് ആത്മാഹുതി ചെയ്യുകയാണ് ചെയ്തത്, ദക്ഷന്റെ യാഗശാലയിൽ വെച്ചിട്ട്. ശിവൻ അറിയാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവം നടക്കുന്നത് നല്ല ശിവൻ അറിയാം. പക്ഷെ ശിവന് പോലും മാറ്റാൻ പറ്റിയില്ല. അപ്പൊ അന്ന് ജ്യോത്സ്യന്മാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോത്സ്യന്മാരും ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന ജ്യോത്സ്യന്മാർ അന്നുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശിവൻ ജ്യോത്സ്യരുടെ അടുത്ത് വന്നിട്ട് ഏലസ് വാങ്ങി കെട്ടുമായിരുന്നു സതി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയേണ്ടി വരും ഇവർ പറയുന്ന വാദങ്ങൾ അനുസരിച്ചാണ്. അപ്പൊ അതല്ല, അന്നും ജ്യോത്സ്യന്മാരുണ്ട്. ജ്യോത്സ്യന്മാർ പുറത്തു നിന്നിട്ട് വലിയ ദേവന്മാരും എല്ലായിട്ട് കൂട്ടത്തിൽ ജ്യോത്സ്യരും ഉണ്ട്. ജ്യോത്സ്യർ പറയുന്നുണ്ട് ആ ശിവന്റെ കുടുംബത്തിൽ ഒരു വലിയ സംഭവം നടക്കാൻ, ഒരു ദുർഗതി നടക്കാൻ പോവുകയാണ്. അവർ അത് പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാതെ എന്നാ ഞാൻ കൊണ്ട് ഈ ഏലസ് തരാമെന്നൊന്നും അന്നത്തെ ജ്യോത്സ്യന്മാരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പരിഹാരം, അതിനൊന്നും പരിഹാരമൊന്നുമില്ല. ഒന്നും നടക്കണ്ടിക്ക് ആ സമയത്ത് നടന്നിരിക്കുക, അതിന് മാറ്റമില്ല. അതാണ് ജ്യോതിഷത്തിന്റെ അടിസ്ഥാന തത്വം. അതിനെ മാറ്റാനൊന്നും പറ്റില്ല. മാറ്റാൻ പറ്റുമെങ്കിൽ ജ്യോതിഷം പൊളിഞ്ഞു, എന്തെങ്കിലും വഴിയില്ല. പിന്നെ എന്താണ് ഈ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു അടിത്തറയുണ്ട്. അതായത് ഞാനൊരു ഡോക്ടറാണെന്ന് വെച്ചോളൂ. ഏതെങ്കിലും ഒരു രോഗി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ വളരെ മോശം അവസ്ഥ, അവരോട് പറയും ഈ രോഗത്തിന് ഇപ്പം വളരെ പ്രയാസമാണ്, അത് ഇത് എന്നെല്ലാം പറയും. അപ്പൊ അവരാകെ വിഷമിക്കും, ഉള്ള കാര്യം തന്നെയാണ്. എന്നിട്ട് അവർ പോകുമ്പോൾ പക്ഷെ ഒരു ചോദ്യം ചോദിച്ചു, ഡോക്ടറെ ഒരു രക്ഷയില്ലെന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ ഒരു രക്ഷയില്ല, നിങ്ങൾ രക്ഷപ്പെടില്ല എന്നൊന്നും പറഞ്ഞു വിടൂല. അത് ധർമ്മമല്ല. കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പേടിപ്പിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ അത് കേട്ടിട്ട് അയാൾ പോയിട്ട് ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കും. അപ്പം ഡോക്ടർ എന്താ ചെയ്യുക? അവരെ സമാധാനിപ്പിച്ചുവിടുക. എങ്ങനെയാണ്? വൈറ്റമിൻ ഗുളിക എടുക്കും, അതിന്റെ കവറെല്ലാം പൊളിച്ചിട്ട് പുതിയ ഗുളിക എടുത്തിട്ട് ഇത് ഇപ്പം വന്ന ഗുളികയാണ്, ഇത് നല്ല ശക്തിയുള്ളതാണ്, ഇത് കഴിച്ചോന്നും പറഞ്ഞ് ധൈര്യം കൊടുത്തു വിടും. അപ്പൊ ആ ഗുളികക്ക് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മരുന്നെന്ന നിലയിൽ ഒരു ശക്തിയുമില്ല. പക്ഷേ ആ വിശ്വാസത്തിൽ ആ രോഗി അതിനെ മറികടക്കും, ആ പ്രശ്നങ്ങളെ മറികടക്കും. അതിനുള്ളൊരു ധീരത ധൈര്യം കൊടുത്തു പിടിക്കുകയാണ് ഇവിടെ പരിഹാരം ചെയ്യുന്നത്. ഇപ്പൊ രോഗി വിചാരിക്കും ആ ശരി മരുന്ന് കഴിച്ചാൽ പുതിയ മരുന്നല്ലേ എന്ന് വെച്ചാൽ ആ ഒരു വിശ്വാസത്തിൽ ആ പ്രശ്നത്തെ നേരിടും. അതിനുള്ളൊരു ധൈര്യം കൊടുക്കുക മാത്രമാണ് പരിഹാരം കൊണ്ട് ചെയ്യുന്നത്. ഇത് ജ്യോത്സ്യരും അനുഭവിക്കുന്നതാണ്. ചിലവർ വരുമ്പോൾ വളരെ മോശം സമയമായിരിക്കും. ചിലപ്പോൾ ഈ 2-3 വർഷം ഇത് തന്നെയായിരിക്കും. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു 3 വർഷമുണ്ട്. അവരെ മുഖത്ത് നോക്കിയിട്ട് കുറച്ച് മോശം അങ്ങനെ പറയുന്നതിനും നമുക്ക് കുറച്ച് നിയന്ത്രണമുണ്ട്. എല്ലാം തുറന്നു പറയണമെന്ന് പറയുകയും ചെയ്യും. പക്ഷെ പറയാനും പറ്റില്ല ചില കാര്യങ്ങളിൽ. 3 വർഷം മോശം, കുറേ വർഷത്തേക്ക് ഇപ്പം നാളെ തീരുന്നു പറഞ്ഞാൽ നമുക്ക് പറയാം ഒരാഴ്ച കൂടിയേ ഉള്ളൂ, ഒരു 2 മാസമേ ഉള്ളൂ, 3 മാസമേ ഉള്ളൂ എന്നാണ് ധൈര്യത്തിൽ പറയാം. കുറെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരുമാതിരി തഞ്ചി സമയം കുറച്ച് മോശമാണെന്നെല്ലാം പറഞ്ഞ് വിടും. ഒരുമാതിരി പറഞ്ഞില്ല എന്നല്ലേലും വിടും. അപ്പൊ പോന്ന പോക്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ജ്യോത്സ്യരെ ഒരു വഴിയുമില്ലേ? അവൻ ജ്യോത്സ്യര് കയറിയിട്ട് ഇതിന് പരിഹാരമൊന്നുമില്ല, നിങ്ങൾ രക്ഷപ്പെടില്ല എന്നും പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോയി ചിലപ്പോൾ അന്ന് തന്നെ ആത്മഹത്യ ചെയ്തേക്കും. അത് ചെയ്യാൻ ഒരു ജ്യോത്സ്യരെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ആകെ അവശ നിലയിലായി പോകുന്നത് ഒരിക്കലും ജ്യോത്സ്യര് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ പരിഹാരം നിർദ്ദേശിക്കുക തന്നെ വേണം. എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കുക? അവരൊരു ചാരടത്തെ ശൂശൂന്നാക്കിയിട്ട് അങ്ങ് കൊടുക്കുമായിരിക്കും. അതെല്ലാം അവർക്കൊരു ആത്മധൈര്യം കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ നിലയിൽ ശക്തിയൊന്നുമില്ല. പക്ഷെ ഒരാളെ വിശ്വാസമാണ് അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള കഴിവ് വിശ്വാസത്തിനുണ്ട്. അപ്പം നമ്മളൊരു വിശ്വാസം ജനിപ്പിച്ചിട്ട് പറയും. അതാണ് പണ്ട് കാലത്തെല്ലാം ചെയ്തിരുന്നത്. പക്ഷെ അതിനെ പിന്നെ കച്ചവടമാക്കി ഇപ്പം ഒരു ഡോക്ടർ വൈറ്റമിൻ ഗുളിക ഇതേമാതിരി കവർ കുളിച്ച് കിടക്കുന്ന കമ്പൗണ്ടർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതേ പ്രശ്നമുള്ള രോഗികൾ വരുമ്പോൾ ശരി 1 ലക്ഷം രൂപ ഉണ്ട പുതിയ മരുന്നാണെന്നും പറഞ്ഞ് വൈറ്റമിൻ ഗുളിക കുളിച്ച് കവറും പൊളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഇന്ന് സംഭവിക്കുന്നത്. എല്ലാം ഏത് ശരിയായി കളയാം.
ഇതെല്ലാം പറഞ്ഞ വേദവ്യാസൻ മഹാഭാരത കഥയിലെ എല്ലാ പ്രശ്നങ്ങളും ഒരു പ്രശ്നവും ഏലസ് കെട്ടി പരിഹരിച്ചിട്ടില്ല എന്ന് ഓർക്കണം. പാണ്ഡവരനുഭവിച്ച കഷ്ടപ്പാട് എത്രയാണെന്ന് നമ്മൾ ഊഹിച്ചാൽ പോലും അത്രയും വലിയ കഷ്ടപ്പാട് അവർ അനുഭവിച്ചിരിക്കുന്ന പാഞ്ചാലിയൻ. അതിന് പരിഹാരമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇതേമാതിരി ഏലസ് കെട്ടിയിട്ടെങ്കിലും പിന്നെ സ്വത്തെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലസ് കെട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ നമ്മൾ ആ തരത്തിൽ ചിന്തിക്കണം. ഇത് പുരാണ കഥകളിൽ നമുക്ക് ചില സന്ദേശങ്ങൾ തരികയാണ് ചെയ്യുന്നത് ഈ കഥകളിലൂടെ. അപ്പോൾ ഇതാണ് പരിഹാരക്രിയയുടെ ലക്ഷ്യം. അതായത് നമ്മൾ ആ രോഗിയെ വരുന്ന ആരാണ് നമ്മളെ ജ്യോത്സ്യരെടുത്ത് വരികയാണെങ്കിൽ മോശം സമയമാണെങ്കിൽ നമ്മൾ അവരെ സമാധാനിപ്പിച്ചു വിടണം. അതിന് ചിലപ്പോൾ ഇന്ന ക്ഷേത്രത്തിൽ പോവുക, ഇന്ന വഴിപാട് നടത്തുക, ഇന്നെല്ലാം ഒന്ന് പറഞ്ഞിട്ട് വിടാനേ പറ്റുള്ളൂ. നമുക്ക് ഉള്ളിലറിയാം സമയം വളരെ മോശം തന്നെയാണ്, ഇത് അനുഭവിച്ച് തീർക്കേണ്ടിയാണ്. പക്ഷെ അവർക്കൊരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിഹാരക്രിയകൾ വച്ചിരിക്കുന്നത്. അപ്പം ചിലവർ ചോദിക്കും ഈ രത്നങ്ങൾക്കൊന്നും അപ്പം കാര്യമില്ലേന്ന്. ഈ രത്നങ്ങളെ കാര്യം വരുമ്പോഴാണ് അതിലും വലിയ. കാരണം ഈ രത്നങ്ങൾ എന്ന് പറയുന്നത് ജ്യോതിഷത്തില് എല്ലാ വസ്തുക്കളെയും ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ചന്ദ്രനെ പറ്റി അതിനാ കാരകത്വം എന്ന് പറയുന്നത്. ചന്ദ്രന് പഴങ്ങളുമായിട്ട് തണുത്ത വസ്തുക്കളായിട്ടെല്ലാം ബന്ധമുണ്ട്. അതുകൊണ്ട് പഴങ്ങള് തണുത്ത വസ്തുക്കളെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധിപ്പിച്ച് പറയും. അക്കൂട്ടത്തില് പവിഴത്തെയും അതിൻ്റെ അകത്ത് പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പവിഴം മാത്രം എടുത്ത് ഇത് കെട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പഴം വാങ്ങി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ. ഈ എത്രയോ വസ്തുക്കൾ ഈ രത്നത്തെ പിടിച്ച് പറയുന്നത് എന്തിനാണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ രത്നം നമ്മളെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കൊള്ളണം. കടയിൽ നിന്നൊന്നും കിട്ടൂല. സ്വർണ്ണമെല്ലാം നമുക്ക് പോയാൽ കടയിൽ കിട്ടും. എന്നാൽ ഈ രത്നങ്ങളും കടയിലുണ്ട്, ശുദ്ധമായ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ രത്നം അങ്ങ് ഏതെങ്കിലും കടയിൽ പോയിട്ട് നല്ല കടയിൽ പോയിട്ട് വാങ്ങിക്കോന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങണം എന്ന് പറയുന്ന? അതല്ല അവർക്ക് വിടാം. അല്ല, അവരവരെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിനെ വിട്ടേക്കാം. അപ്പോൾ രത്നങ്ങളെല്ലാം ആകണമെന്നില്ല. ആഗ്രഹത്തിന് പറഞ്ഞ എന്ത് സാധനവും ഈ രത്നത്തെ കയറി പിടിക്കുന്നതിന് തന്നെ അവർ ശരിയായ പ്രൊസീജിയർ അല്ല. അത്ര പറഞ്ഞ് നിർത്തുന്നു. രണ്ടാമത്തത്, ഈ വേദത്തിൽ എന്താ പറയുന്നത് നോക്കാം. പണ്ട് കാലത്തെ ജ്യോത്സ്യന്മാരെല്ലാം ഈ രത്നം കെട്ടാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ മുത്തച്ഛമാരോടെല്ലാം ചോദിച്ചാൽ മതി. അന്നത്തെ കാലത്ത് ദാനം കൈമ വാങ്ങിക്കെട്ടാനല്ല പറയുന്നത്, ദാനം ചെയ്യുവാനാണ് പറയുന്നത്. അതിനുള്ള ഉദാഹരണം നാരായണോപനിഷത്തില് 29:6, 21 29 പറയുന്നത്. മഹാനാരായണോപനിഷത്തില് 29:6 ദാനമാകുന്ന ലോകത്തിൽ സകല ഭൂതങ്ങളും ദാതാവിനെ ഉപജീവിക്കുന്നു. ദാനം കൊണ്ട് ശത്രുതയെ ഇല്ലാതാക്കാൻ കഴിയുന്നു. ദാനം കൊണ്ട് ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്നു. സകലതും ദാനത്തിൽ പ്രതിഷ്ഠിതമാണ്, അത് ഉത്കൃഷ്ടവുമാകുന്നു. ദാനം കൊണ്ടാണ് നമ്മളെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടത് എന്ന് പറയാണ്. ഈ തത്വമാണ് പണ്ടുള്ള ജ്യോത്സ്യന്മാർ ഉപയോഗിച്ചിരുന്നത്. അതായത് വസ്തുക്കൾ ദാനം ചെയ്യുക, വാങ്ങി കൈമക്കെട്ടാനല്ല. ഇപ്പം വെള്ളി, ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന വെള്ളിയാണെങ്കിൽ വെള്ളിയിലെ പ്രതിമ മറ്റും ഉണ്ടാക്കി ദാനം ചെയ്യുക എന്നാണ് പറയുന്നത്. അതുമാതിരി ശനിക്കാണെങ്കിൽ ശനീന്റെ കാര്യം നമുക്കുണ്ടാക്കുന്ന അറിയാലോ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഭക്ഷണം ഇല്ലായ്മയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം ദാനം ചെയ്യാനാണ് പറയുന്നത്, അങ്ങോട്ട് കൊടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ ശത്രുതയല്ലേ ഇല്ലാതാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത് കൊണ്ട് അത് ഇവിടെ എങ്ങനെയാണെന്നുള്ളത് അവിടെ തൽക്കാലം നിർത്തിവെക്കാം. ദാനം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ പവിഴമൊന്നും നമ്മൾ വാങ്ങി ഉപയോഗിച്ച് ഏത് ഗ്രഹത്തിന് എന്ത് വസ്തുവാണുള്ളത് അത് ദാനം ചെയ്യുക, അതാണ് പറയുന്നത്. വാങ്ങി കൈമക്കെട്ടാനല്ല.
അതൊരു ഉദാഹരണ സഹിതം പറയാം. നമ്മൾ ചന്ദ്രന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, പഴങ്ങളാണ്, തണുത്ത വസ്തുക്കളാണ്. അപ്പോൾ ചന്ദ്രൻ നമുക്ക് മോശമായിട്ട് നിൽക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ തന്നെ വേറൊരു കാരകത്വമാണ് പവിഴമുണ്ട്. അലർജി പോലെ, ശ്വാസം മുട്ടലുമാരിയുള്ള ആസ്തമ പോലെയുള്ള രോഗമെല്ലാം ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ചന്ദ്രൻ കോപിക്കുമ്പോൾ നമുക്ക് ശ്വാസമുട്ടല്, ആസ്തമയെല്ലാം വരും രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ചന്ദ്രന്റെ കാരകത്വമുള്ള പഴവും തണുത്ത വസ്തുക്കളും നമ്മൾ കഴിക്കുകയല്ല ചെയ്യുന്നത്, ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ളത് വല്ലുള്ളവർക്ക് കൊടുത്തേക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? നമ്മളെ രോഗശമനം ഉണ്ടാകും. അപ്പോൾ ചന്ദ്രനെ കൊണ്ടാണ് ദോഷം ഉണ്ടാകുന്നത്. അപ്പൊ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ കൊടുക്കണം, ദാനം ചെയ്യണം. നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങ് കളഞ്ഞേക്കണം. അപ്പൊ പവിഴം എന്താണ് വേണ്ടത്? വേണ്ടിക്കൽ വല്ലവർക്കും അങ്ങ് കൊടുത്തേക്കുക. കൈമേൽ പവിഴം ഉണ്ടെങ്കിൽ കടിയുക. അതായത് ഒന്ന് ചന്ദ്രൻ ദോഷം ചെയ്യുമ്പോൾ ആ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട സാധനം എടുത്ത് കൈമേൽ ധരിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണത്. വേലിക്കിടക്കുന്ന പാമ്പിനെ എടുത്ത്, ചന്ദ്രൻ പാമ്പായിട്ട് നിൽക്കുകയാണ്, അതിന്റെ സാധനം എടുത്തിട്ട് നമ്മളെ കയ്യിൽ ധരിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു സമീപനമാണ്. ആ രത്നങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ആ രത്നം എടുത്ത് നമ്മളെ ശരീരത്തിൽ എടുക്കുകയല്ല വേണ്ട, ദാനം ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തും പറഞ്ഞിട്ടുണ്ട്, ശത്രുതയല്ല ഇല്ലാതാകും. അപ്പൊ ശനിയുടെ കാര്യത്തിന് നമ്മൾ ചിന്തിക്കാം. ശനി നമുക്ക് മോശമായി നിൽക്കുമ്പോൾ നമുക്ക് ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഭക്ഷണമില്ലായ്മ, ഈ ശനി നമുക്ക് ദോഷം ചെയ്യുന്നതും ജീവനക്കാരിലൂട്ടിയല്ലായിരിക്കും. അതായത് ജീവനക്കാരുകൾ മോഷണം നടക്കുക, ഇതെല്ലാം ആണ് വരിക. അപ്പോൾ ശനി ഉണ്ടാകുമ്പോൾ ശത്രുത ഉണ്ടാകും, എതിർപ്പുണ്ടാകും. ആ സമയത്ത് നമ്മൾ വല്ലതും അവർക്ക് കൊടുത്താൽ അവര് ആ സമയത്ത് കുറച്ച് നമ്മളോട് ശത്രുത ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് സഹിക്കും. അതാണ് ഇതിന്റെ മാനസികവശം. ദാനം ചെയ്ത് കഴിഞ്ഞാൽ ശത്രുക്കളെ പോലും ഇല്ലാതാക്കാൻ പറ്റും. ഒരാൾ നമ്മൾ അടിക്കാൻ വരുമ്പോൾ ഒരാൾ നേരത്തെ പണ്ടൊരു കഥയുണ്ടായിരുന്നു. ഒരാൾ മോഷ്ടിക്കാൻ വരുന്നു, കള്ളൻ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇതാ ഇന്നടുത്തുണ്ട്, അവിടെയുണ്ട്, അവിടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറ്റിയത്? കള്ളം പിന്നെ അതിനകത്തൊന്നും എല്ലാം ഒന്നും എടുത്തില്ല. അയാൾക്ക് വേണ്ട ഒന്ന് രണ്ട് എടുത്തിട്ടേ അയാൾക്കൊരു സങ്കടം. പിന്നെ ചിലപ്പോ എടുക്കാതെയും പോയി കളയും. അയ്യോ, ഇത് എടുക്കുന്നത് ശരിയല്ല. എല്ലാവരും കള്ളനോട് ഏറ്റുമുട്ടി കഴിഞ്ഞാൽ നമ്മളെ മോശ സമയമാണ്. ആ സമയത്ത് ഏറ്റുമുട്ടാനെന്ന അവൻ കൊന്നിട്ടിച്ച് സാധനം എടുത്തിട്ട് പോവും. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ദാനം ചെയ്യുക. എന്തൊരു വസ്തു ഉണ്ടെങ്കിൽ അത് ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാവർക്കും നമ്മളോട് ആ ശത്രുതയെല്ലാം ഒരു പരിധി വരെ ഒഴിവാക്കാനെല്ലാം പറ്റും. ഇതാണ് ഇവിടെ പറഞ്ഞത്. ദാനം കൊണ്ട് നമുക്ക്, അപ്പം വസ്തുക്കൾ ദാനം ചെയ്യണം. അതുകൊണ്ട് നമ്മളെ പൂർവികരെല്ലാം ചെമ്പിന്റെ പ്രതിമകൾ, വെള്ളിന്റെ പ്രതിമകൾ, സ്വർണത്തിന്റെ പ്രതിമകൾ, ഇതെല്ലാം പഴങ്ങള്, വസ്ത്രങ്ങൾ, ഇതെല്ലാം ദാനം ചെയ്യുകയായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നു പരിഹാരമായിട്ട്. ഇന്ന് ഇതെല്ലാം വാങ്ങി നമ്മൾ ഇടുകയാണ്. അതായത് ദോഷം ചെയ്യുന്ന വസ്തുക്കളെല്ലാം ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാരകത്വമുള്ള ദോഷമുള്ള വസ്തുക്കൾ, രത്നങ്ങൾ എടുത്ത് നമ്മൾ ധരിക്കണം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് പന്തികേടുണ്ട്. ആ രത്നങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ അത് നമ്മളെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ദോഷം തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ അത്ര നല്ലതല്ല. ഇനി മഹോപനിഷത്ത് പറയുന്നു, 4:88 തോന്നുന്നു. മഹോപനിഷത്ത് മനോവ്യാധി മാറുവാനുള്ള മാർഗം, മനസ്സിന്റെ വ്യാധി, ഈ കഷ്ടപ്പാടെല്ലാം മാറാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതേത് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണോ മനസ്സ് ചഞ്ചലമാകുന്നത്, എന്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ മനസ്സ് ചഞ്ചലമാകുന്നത്, ആ വസ്തുക്കൾ പരിത്യജിക്കുകയാണ്. അതാണ് മനസ്സിന് എന്താണോ പ്രശ്നമുണ്ടാക്കുന്നത്, നമുക്ക് വേണം വേണം എന്ന് ആഗ്രഹിക്കുന്നത്, അതൊന്ന് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീർന്നു. ഉപേക്ഷിക്കുക. ഗ്രഹങ്ങൾ അവർക്ക് വിധിച്ചിട്ടുള്ള വസ്തുക്കളിലൂടെയാണ് പ്രശ്നം ഉണ്ടാക്കുക. ഉദാഹരണമായിട്ട് ശനി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല എന്ന് വെച്ചോ. ശനിക്ക് ഭക്ഷണങ്ങളെല്ലാം, ഭക്ഷണം, വസ്ത്രങ്ങൾ,
അതെല്ലാം അപ്പൊ നമുക്ക് ഭക്ഷണമൊന്നും ഇല്ലാത്ത അവസ്ഥ, ഭയങ്കര വിശന്നിരിക്കുകയാണ്, ഭക്ഷണവും ഇല്ല, വസ്ത്രവും ഇല്ല. ഇങ്ങനെ അപ്പൊ അതിനെ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ മനസ്സെപ്പോഴും അതിനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടൂല്ല, ഉള്ള പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഉദാഹരണമായിട്ട് നമുക്ക് ഈ വർഷം ജോലി കിട്ടാൻ ജ്യോതിഷപരമായ യോഗമില്ല എന്ന് വെച്ചാൽ ഒരു ഗ്രഹം ജോലി തരുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞിട്ട് വെറുതെ തല പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. കിട്ടുന്നില്ലല്ലോ അതിന്റെ പിന്നാലെ ഓടി നടന്ന് വല്ലവനും പൈസ കൊടുത്ത് അവൻ ആ പൈസയും കൊണ്ട് കടന്നു കളഞ്ഞു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളതും പോവുകയാണ് ചെയ്യുന്നത്. കിട്ടാത്തത് കിട്ടാൻ പോകുന്നില്ല, അതിന്റെ സമയത്തും പോഴേ കിട്ടും. അപ്പം പിന്നെ എന്താ വേണ്ടത്? ഇപ്പൊ കിട്ടില്ല, എന്നാ പിന്നെ വേണ്ട, ഈ വർഷം എനിക്ക് ജോലി ഇല്ലേയും കുഴപ്പമില്ല, പിന്നെ വേറെ എന്തെങ്കിലും പറ്റിയ സമയം ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ ജോത്സ്യരോട് ചോദിക്കണം. ജോത്സ്യർ പറയുന്നത് നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടാണ്, എപ്പോൾ ജോലി കിട്ടുമോ? ഈ വർഷം എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അപ്പം പിന്നെ ഈ വർഷം ജോലിക്ക് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എന്താ വേണ്ടത്? എന്നാ പിന്നെ ഇതിന് വേറെ ഏതെങ്കിലും പറ്റിയ സമയം, ഈ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പഠിക്കുന്നതിന് വലിയ കുഴപ്പമില്ല. എന്നാ ജോലി ഇപ്പം വേണ്ട, ശരി വേണ്ടാന്ന് വിചാരിച്ചിട്ട് പഠിക്കാനങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീർന്നു. എല്ലാം ഇതും വിചാരിച്ചിട്ട് ഇത് കിട്ടിയേ പറ്റൂ, ജോലി കിട്ടിയേ പറ്റൂ എന്നും പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനും പോകുന്നില്ല, മനസ്സിന്റെ ടെൻഷനും ഉണ്ടാവും. അതുകൊണ്ട് എന്ത് വേണം, എന്താണോ കിട്ടാത്തത് അതിനെപ്പറ്റി അങ്ങ് മറന്നേക്കുക. അതുകൊണ്ട് ജോത്സ്യരെ വാക്കും കേട്ടിട്ട് ജോലിക്ക് ട്രൈ ചെയ്യാതെ ഒന്നും ഇരുന്നേക്കരുത്, ട്രൈ ചെയ്യുക. അവിടെയാണ് കൃഷ്ണൻ ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്. എന്താണത്? നീ നിന്റെ കർമ്മം ചെയ്യുക, ഫലത്തെപ്പറ്റി ഇച്ഛിക്കണ്ട. ജോലിക്കെല്ലാം പോയിക്കോ, ഇന്റർവ്യൂവിനെല്ലാം പോയിക്കോ, പോ, കിട്ടുന്നുണ്ടേ കിട്ടട്ട്, നമ്മൾ ചെയ്യേണ്ട ചെയ്യുന്നു. ആ ഒരു മനസ്സിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കെന്തായി, ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരമായി. അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ വർഷം ഇപ്പോ പരീക്ഷക്ക് ലിസ്റ്റ്, ഈ വർഷത്തെ ലിസ്റ്റ് എല്ലാം തീർന്നു, ഇനി ഈ വർഷം ആർക്കും ജോലി കൊടുക്കുന്നില്ല. ഗവൺമെന്റ് തീരുമാനിച്ചാൽ പിന്നെ ഈ വർഷം ജോലി കിട്ടണം എന്ന് വെച്ച് നടക്കുന്നതിന്റെ ആവശ്യം എന്താ? അതങ്ങ് മറന്നേക്കണം. ശരി, ഈ വർഷത്തെ കൊട്ട കഴിഞ്ഞു, പിന്നെ അടുത്ത വർഷം ആകുമ്പോൾ അന്നേരം ആലോചിക്കുക. അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമുക്കെന്തില്ല, ടെൻഷനില്ല. ഗവൺമെന്റ് പ്രഖ്യാപിച്ചോണ്ടൊന്നും പറ്റില്ല, എനിക്ക് കിട്ടിയേ പറ്റൂ, അതിന് വേണ്ടി വഴിപാട് നടന്ന് നടന്നു കഴിഞ്ഞാൽ ഉള്ളത് പൈസ പോകും. അതുകൊണ്ട് ആപ്ലിക്കേഷൻ എഴുതിയിടണ്ട, ഈ വർഷത്തല്ല അടുത്ത വർഷത്തേക്കില്ലേ, അതിനുള്ള ആപ്ലിക്കേഷനെല്ലാം ഇട്ടുകൊണ്ടിരിക്കുക. കിട്ടും, എവിടെയെല്ലാം വേക്കൻസി ഉണ്ടോ ട്രൈ ചെയ്ത് നോക്കുക. അഥവാ പെട്ടെന്ന് വല്ല ജോലി വരുന്നുണ്ട്, അതിനെല്ലാം ട്രൈ ചെയ്യണം. അതിനൊന്നും എതിർപ്പൊന്നുമില്ല. വേണ്ടാന്ന് വെച്ചിട്ട് ജോത്സ്യർ പറയുന്നതും കേട്ടിട്ട് ഇരുന്നേക്കരുത്. നമ്മൾ ചെയ്യുക. പക്ഷെ കിട്ടണം എന്നുള്ള പ്രതീക്ഷ ഉപേക്ഷിച്ചിട്ട് ഇല്ല കിട്ടൂല്ലെങ്കിൽ വേണ്ട, ആ ഒരു മെന്റാലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, നമ്മളെ പ്രശ്നങ്ങളെല്ലാം പരിഹാരം ആയി. ഇതാണ് വേദങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഗ്രഹങ്ങളെല്ലാം നമുക്ക് ദോഷം ചെയ്യുന്നത് അതിന് കാരകത്വമുള്ള വസ്തുക്കളിലൂടെയാണ്. അപ്പോൾ അത്തരം സമയങ്ങളിൽ അത്തരം വസ്തുക്കളാണ് അത്തരം ആൾക്കാരാണ് നമ്മളെ അടുത്ത് ഉണ്ടാവുക. ഒരു ഉദാഹരണമായിട്ട്, ഒരു ഗ്രഹം നമുക്ക് നല്ലതാണെങ്കിൽ, നമ്മളെ നല്ല സമയമാവുകയാണെങ്കിൽ, നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും നല്ല ആൾക്കാരായിരിക്കും കൂട്ടായിട്ടുണ്ടാവുക. നമ്മളൊരാൾക്ക് ഒരു ചായ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുക, എന്നാൽ പിന്നെ ഇതാ ഒരു ബിരിയാണി കഴിക്കുന്നു മതി, ഇങ്ങോട്ട് ബിരിയാണി വാങ്ങിത്തരും. കാരണം നല്ല സമയമാണ്, നമ്മളെ ചുറ്റും നല്ല ആൾക്കാരുണ്ടാവും. കാരണം ഗ്രഹം നല്ലതാണ്, നല്ല ആൾക്കാരെ നമ്മളെ അടുത്തേക്ക് എത്തിക്കുന്നു. എന്നാൽ ഒരു മോശം ഗ്രഹം നമുക്ക് ദോഷം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചുറ്റുമുള്ളത് എന്ത് തന്നെയായിരിക്കും, നമ്മളെക്കാട്ടിയും കഷ്ടപ്പെട്ടവരായിരിക്കും നമ്മളെ ചുറ്റുമുള്ളത്. അതിലെ കഷ്ടകാലത്ത് ഉണ്ണികളെ കൂടെ ഉണ്ടാവും എന്നെല്ലാം പറയുന്നതിന്റെ അർത്ഥം അതൊരു സത്യമാണ്. നമ്മൾ രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മളെ ചുറ്റും നോക്കുമ്പോൾ നമ്മളെ ആശുപത്രിയിലായിരിക്കും, നമ്മളെപ്പോലത്തെ രോഗികൾ തന്നെയായിരിക്കും നമ്മളെ ചുറ്റും ഉണ്ടാകും. നല്ല ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കില്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് ആ വഴിക്കേ വരില്ല, എപ്പോഴും വന്ന് തലയും കാണിച്ചു പോകും. പക്ഷെ നമ്മളെ ചുറ്റുമുള്ളത് നമുക്കുള്ള പോലെയുള്ള ആൾക്കാരായിരിക്കും, അവരാണ് നമുക്ക് സഹായമായിട്ട് മാറുന്നത്. സഹായവും മാറും, ചിലപ്പോൾ ദോഷമായിട്ട് മാറും. കാരണം ഈ ഗ്രഹം മോശമായിട്ട് നിൽക്കുന്നത് ചുറ്റുമുള്ള ആളിൽ കൂടിയാണ് നമുക്ക് ദോഷങ്ങളും ചെയ്യുക. ഗ്രഹം നേരിട്ട് വന്നൊരു ദോഷം ചെയ്യില്ല. ഗ്രഹം ദോഷം ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടാണ്, ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടാണ്. അത് വേറെ കഥയിലോട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് പിന്നീട് നോക്കാം. ഒരു ഉദാഹരണമായിട്ട്, ചിലവരുടെ മോശം കാലത്ത്
അവർ ചിലവരുടെ എല്ലാം കൺട്രോൾ വീണിട്ട് പൂജയെല്ലാം നടത്തി അവസാനം ഉള്ളത് മുഴുവൻ പോയി അവസാനം കൊല പോലും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചില സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം കൊന്നുകളയും. ഇപ്പം ചില ഡോക്ടർമാരെല്ലാം ചികിത്സിക്കാൻ കയറ്റിക്കഴിഞ്ഞാൽ പനിയായിരിക്കും ഉണ്ടാവുക. ചില ഹോസ്പിറ്റലെല്ലാം കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിടിച്ച് കിടത്തി എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് നമ്മളെ പൈസ കൊണ്ടുവന്ന് തീർക്കും. സംഗതി പനിയായിരിക്കും, അവർക്കും അറിയാം. പലതരം ടെസ്റ്റുകൾ. ചിലവർ ഓപ്പറേഷൻ ചെയ്തിട്ട് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ കിഡ്നി അടിച്ചു മാറ്റിയതായിട്ടെല്ലാം വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മോശം സമയങ്ങളിൽ നമ്മൾ ചുറ്റും ഈ ശനിയാണ് മോശമെങ്കിൽ ആ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ചുറ്റും ഉണ്ടാകുമെന്ന് അടുത്ത കഥയിൽ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കത് അവിടെ കാണാം. അപ്പം നമ്മൾ ഡീൽ ചെയ്യുന്നത് സൂക്ഷിച്ച് ഡീല് ചെയ്യണം. അപ്പൊ പിന്നെ എന്താ വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ അവസ്ഥയിൽ പിന്നെ എന്താ ഞാൻ ചെയ്യുക, ആരെയാ വിശ്വസിക്കുക എന്തെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ല വിശ്വാസത്തിലെടുത്ത് മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. എങ്ങനെയെന്നും വേദം പറഞ്ഞു തരുന്നു. നോക്കാം. തൈത്തിരിയോപനിഷത്തില് 1:11 വളരെ പ്രധാനപ്പെട്ടതാണ്. വേദം പറയുന്ന ഉപദേശിക്കുന്ന ഒരു വഴി. എന്തെങ്കിലും ഒരു കഷ്ടകാലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം മുന്നോട്ട് നീങ്ങാൻ. എന്താണത്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരവസരത്തിൽ സ്വകർത്തവ്യത്തെ നിശ്ചയിക്കുന്നതിന് വിഷമം നേരിടുകയോ സ്വന്തം ബുദ്ധിയിൽ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് സാധിക്കാതെ വരികയോ കർത്തവ്യമൂഢനായി തീരുകയോ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എന്റെ ബുദ്ധിയിലൊന്നും തോന്നുന്നില്ല, എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നൊന്നും തോന്നുന്നില്ല, രോഗം പിടിച്ചിരിക്കുകയാണ്, കൈമേലെ പൈസയും ഇല്ല, ഏത് ആശുപത്രിയിൽ പോകണം, ഏത് ആശുപത്രിയിൽ പോകണം, അവിടെ പോയാൽ ഇനി കണ്ടമാനം ചികിത്സ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ഇതെല്ലാം ഉണ്ടല്ലോ. നമ്മൾ സമീപിക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കാൻ പറയുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ധീരമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ കൊള്ളാം. അതിനൊന്നും നിങ്ങൾക്ക് പറ്റുന്നുമില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആണെങ്കിൽ നല്ല ചിന്താഗതിയും നല്ല ചിന്തിക്കാൻ കഴിവുള്ളവരും നല്ല ഉപദേശങ്ങൾ നൽകാൻ കഴിയുന്നവരും നല്ല ബുദ്ധിയുള്ള ആളായിരിക്കണം. നല്ല ഉപദേശം നൽകാൻ അവന് സ്വാർത്ഥതയൊന്നും പാടില്ല. കഴിവുള്ളവരും സദാചാരിയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരരും എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്നവരും വിദ്വാനുമായ ബ്രാഹ്മണർ എന്ന് പറയുന്നത് നല്ല ആൾക്കാർ, ബുദ്ധിയുള്ളവരെന്നാണ് അർത്ഥം. അല്ലാതെ മറ്റേ നമ്മുടെ ജാതി വെച്ചിട്ടുള്ള വേദത്തിലെ ബ്രാഹ്മണൻ എന്നെല്ലാം പറയുന്നത് ബുദ്ധിയുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള, എല്ലാത്തിനും കാര്യങ്ങൾ എടുക്കാൻ, ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ, ആടെ ഒരു സ്വാർത്ഥതയും ഇല്ലാതെ എല്ലാവരെയും സഹായിക്കാൻ ഉള്ള മനസ്ഥിതിയുള്ള, എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് സഹായിക്കാനുള്ള കഴിവുള്ള നല്ല ആൾക്കാർ. ഇവിടെ പറഞ്ഞത് നല്ല ചിന്താഗതി, നല്ല ഉപദേശം നൽകാൻ കഴിവുള്ളവര്, സദാചാരിയായിരിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം, നല്ല ബുദ്ധിയുള്ളവരും സ്നേഹത്തോടും പെരുമാറുന്നവരായിരിക്കുന്ന വിദ്വാനുമായിരിക്കുന്ന ആളെ ശ്രമിച്ച് അത്തരം ആൾക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പ്രശ്നം നമുക്ക് മാത്രമല്ല, സമൂഹത്തിൽ പലവർക്കും പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇത്തരം വ്യക്തികളെ കണ്ടെത്തിയിട്ട് അവർക്ക് ആ വ്യക്തികൾക്ക് എന്തുണ്ടാണ് ഇത്തരം പ്രശ്നം എപ്പോഴും ഉണ്ടായിരിക്കണം. അവരെ കണ്ടെത്തിയിട്ട്, അതായത് നമുക്ക് സമാനമായ ഒരു പ്രശ്നം വേറൊരു വ്യക്തിയിലുണ്ടെങ്കിൽ, വ്യക്തിക്ക് പണ്ട് ഉണ്ടായിട്ടുണ്ട്, ആ വ്യക്തിയെ കണ്ടുപിടിക്കും. ആ വ്യക്തി എന്തായിരിക്കണം? നല്ല സുഖമായ, അല്ലെങ്കിൽ അയാൾ ഇത് വെച്ചിട്ട് നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് അത്രയും നല്ല ഉപദേശം നല്ല സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരാളെടുത്ത് പോയി അവരോട് എന്ത് ചോദിക്കണം? അദ്ദേഹം ഇങ്ങനത്തെ അവസരത്തിൽ എങ്ങനെ പ്രവർത്തിച്ചുവോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങേരുടെ അടുത്ത് പോകുമ്പോൾ പറയും, ഞാനിക്കും ഇതേ പ്രശ്നമെല്ലാം വന്ന, ഞാൻ കുറെ ജ്യോത്സ്യന്മാർ കൊണ്ടുപോയിട്ട് കുറെ വഴിപാടെല്ലാം നടത്തി, എന്റെ പൈസ മുഴുവൻ പോയി. പിന്നെ മറ്റേ അടുത്ത് പോയി, അങ്ങേര് കുറെ ഇതെല്ലാം നടത്തി, ഇതെല്ലാം ചെയ്തു തന്നു. അവസാനം ഞാൻ ഇങ്ങനെയാണ് അത് പരിഹരിച്ചത് എന്ന് പറയുമ്പോൾ നമ്മളെ കുറെ പ്രശ്നങ്ങൾ നമ്മളെ ആർക്കും പറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പോഴവര് പറഞ്ഞു തരും, ഇങ്ങനെയാണ് ഞാൻ എന്റെ പ്രശ്നം പരിഹരിച്ചെങ്കിൽ അതുപോലെ നിങ്ങളും പ്രവർത്തിക്കണം, അല്ലാതെ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അയാൾ എങ്ങനെയാണോ അതിനെ മറികടന്നത് അതേപോലെ നിങ്ങളും പ്രവർത്തിച്ചു കൊള്ളുക. അപ്പൊ നമ്മളെ അനുഭവത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ഇതേ പ്രശ്നങ്ങൾ വേറെ ആർക്കും ഉണ്ടായിട്ടുണ്ടാവും. കല്യാണം നടക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അന്തമില്ലാതെ കല്യാണം നടക്കാതെ താമസിച്ച് കല്യാണം കഴിച്ച നല്ല ആൾക്കാരെ നോക്കണം.
അതിലേക്ക് അവർ അത് വെച്ചിട്ട് അപ്പൊ അവർ പറഞ്ഞു തരാം അവർക്കുണ്ടായ അനുഭവങ്ങളും അവരെ ആരെയെല്ലാം പറ്റിച്ചതിന്റെ പേരിൽ എന്തെല്ലാം കുടുക്കിൽ അവരെ കുടുങ്ങിയെന്നും പിന്നെ അവസാനം എങ്ങനെ രക്ഷപ്പെട്ടു എന്നെല്ലാം അവർ പറഞ്ഞു തരും. അപ്പൊ നമ്മളെ പ്രശ്നത്തിനുള്ള പരിഹാരം വളരെ സിമ്പിളാണ്. നമുക്കുള്ള പ്രശ്നങ്ങൾ പല കുടുംബത്തിലും ഉണ്ട്. നല്ല വ്യക്തികളെ കണ്ടെത്തുന്നതിലാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ ആ വഴിയിലോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും. അതാണ് വേദം നിർദ്ദേശിക്കുന്ന വഴി. അല്ലാതെ വേറെ വഴിയൊന്നും വേദം നിർദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞ നേരത്തെ കഥ സ്കന്ദപുരാണം. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് സ്കന്ദപുരാണത്തിലെ ഒരു കഥ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം പുരാണ കഥകളിലൂടെ അവർ വ്യക്തമാക്കി തരികയാണ്. ഈ പറഞ്ഞ തത്വങ്ങൾ എന്താണെന്ന് നോക്കാം. ഹസ്തിനപുരത്തെ പരീക്ഷിത്ത് മഹാരാജാവ് നായാട്ട് സമയത്ത്, പരീക്ഷിത്ത് എന്ന രാജാവ് നമ്മൾക്കറിയാലോ കഥയിൽ, പരീക്ഷിത്ത് രാജാവ് നായാട്ട് സമയത്ത് ഒരു മാനിനെ അമ്പ ചെയ്തൊരു ഭാരങ്ങ അപ്രത്യക്ഷമായി. അപ്പൊ മാന് കൊണ്ട് എവിടെയാ വീണെന്നറിയാതെ അങ്ങേര് ഓടി നടന്ന് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ശമിക്കുന്ന ഒരു സന്യാസി ഇരുന്ന് തപസ് ചെയ്യുന്നു. ശമിക്കുന്ന സന്യാസി. അദ്ദേഹം നല്ല തപസ്സിലായിരുന്നു. ഇത് രാജാവല്ലേ. രാജാവ് ചോദിച്ചിട്ട് ഇതിലെ ഒരു മാന് പോകുന്ന കണ്ടോ എന്ന് ചോദിച്ചു. അയാൾ തപസ്സിലായതുകൊണ്ട് അയാളൊന്നും അറിഞ്ഞൊന്നുമില്ല. രാജാവ് ചോദിച്ചപ്പോ രാജാവിന് കലികയാ. ഞാൻ ചോദിച്ചിട്ട് ബഹുമാനിക്കും ഇവനോട് ഇരുന്ന് തപസ് ചെയ്യുന്നു. അവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്ത് കിടന്ന് ഒരു പാമ്പിനെ എടുത്തിട്ട്, ചത്ത പാമ്പിനെ എടുത്തിട്ട് അയാളെ തലയിൽ ചുറ്റിയിട്ട് ഇട്ടിട്ട് ആ ദേഷ്യം തീർത്തിട്ട് രാജാവെന്ന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ മകൻ കയറി വന്നു. ശൃംഗി എന്ന മകൻ കയറി വന്നിട്ട് നോക്കുമ്പോൾ അച്ഛന്റെ തലയിൽ ആരോ ഒരു മഹർഷി എപ്പോഴും തപസ് തന്നെയാണ്. അച്ഛന്റെ തലയിൽ ആരോ പാമ്പ് ചുറ്റിയിട്ടിരിക്കുന്നത്. അപ്പൊ അവന് ദേഷ്യം വന്നൊരു ശാപം. ഇത് ചെയ്തവൻ 7-ാം നാൾ തക്ഷൻ എന്ന പാമ്പ് കടിച്ച് മരിക്കും. കഥയാണ്. അല്ല അതേപോലെ എടുത്തെടുക്കുക. ആശയമെടുക്കാനാണ് കഥകൾ. 7-ാം നാളില് തക്ഷൻ എന്ന പാമ്പ് കടിച്ച് മരിക്കും. അപ്പൊ ഋഷി ഇതറിഞ്ഞപ്പോൾ തപസ്സെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ ഇത് മോൻ ചെയ്തു എന്ന് വെച്ചപ്പോ പറഞ്ഞു, അയ്യോ അങ്ങേര് രാജാവല്ലേ, അങ്ങേര് അറിവില്ലാതെ ചെയ്തു പോലെ, നമ്മളെ രാജാവല്ലേ, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങേര് ഉടനെ എന്ത് ചെയ്ത് ഒരു ശിഷ്യനെ വിളിച്ചിട്ട് രാജാവിനെ അറിയിച്ചത് ഇങ്ങനെ ഒരു ശാപം വന്നിട്ടുണ്ട്, നിങ്ങളെ തക്ഷം കടിച്ച് മരിക്കും 7-ാം നാളില്, അതുകൊണ്ട് വേണ്ടത് ചെയ്തോളൂ. രാജാവ് പറഞ്ഞ് ഈ സന്യാസി പറഞ്ഞേൽപ്പിച്ചു. അപ്പം പിന്നെ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കടലിന്റെ നടുവില് ഗംഗാനദിയുടെ നടുവില് തക്ഷന് കയറാൻ പറ്റാത്ത ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ട് സുരക്ഷിതമായി പരിഹാരം ഉണ്ടാക്കിയിട്ട് കൊട്ടാരത്തില് അങ്ങേര് കയറി ഇരുന്നു. സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥാനം ഉണ്ടാക്കി വെച്ചു. തക്ഷന് ഒരു തരത്തിലും കയറാൻ പാടില്ല. ഇതാണല്ലോ പരിഹാരങ്ങൾ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അവസാനം നടക്കേണ്ട ചെയ്യും. ആ സമയത്ത് നടക്കും. പിന്നെ തക്ഷന്റെ ജോലിയാണ് ബാക്കി എന്തെന്ന് പോയി കടിക്കല്. തക്ഷൻ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമ്പോൾ അങ്ങേരൊരു കാര്യം കേട്ടു. അതായത് ഒരു കശ്യപൻ അല്ല, വേറൊരു കശ്യപൻ എന്ന ഒരു ബ്രാഹ്മണന് പാമ്പിന്റെ വിഷം ഇറക്കാനുള്ള ഒരു വിദ്യ അറിയായിരുന്നു. അപ്പൊ അങ്ങേര് മനസ്സിലാക്കി രാജാവിനൊരു ശാപമുണ്ട്, പാമ്പ് കടിച്ചാൽ രക്ഷപ്പെടും, അല്ല മരിക്കുന്നുള്ള ശാപം. അപ്പൊ എനിക്ക് പാമ്പിന്റെ വിഷം മാറ്റാനുള്ള, കടിച്ചാൽ രക്ഷിക്കാനുള്ള വിദ്യ എനിക്കറിയാം. ബ്രാഹ്മണൻ നല്ല ആള് സഹായിക്കാൻ വരികയാണ് ഇങ്ങനെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് അങ്ങേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാം. എന്നിട്ട് അപ്പൊ രാജാവിന് കുറെ പൈസയെല്ലാം കിട്ടുമല്ലോ. അപ്പൊ നല്ല ആൾ അങ്ങോട്ട് പോവുകയാണ് രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് തക്ഷൻ ഇത് മനസ്സിലാക്കി. തക്ഷന് മനസ്സിലായിട്ട് ഇയാള് പോയാല് അപ്പൊ തക്ഷനൊരു സംശയം, ഒന്ന് പരീക്ഷിക്കണം ഇയാൾക്ക് അതിനുള്ള കഴിവുണ്ടോ. അപ്പൊ തക്ഷൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ഇയാളെടുത്ത് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാ പാമ്പിന്റെ വേഷം എല്ലാം ഒഴിപ്പിക്കാനുള്ള കഴിവുണ്ട്? ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തക്ഷൻ ഒരു മരത്തിൽ കൊത്തി. ആ മരത്തിന്റെ അടി തൊട്ട് മുട്ടി വരെ ഭസ്മമായി പോയി, ഉണങ്ങിപ്പോയി. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, ഈ മരം ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അയാളുടെ കഴിവ് കൊണ്ട് ആ മരത്തെ പിന്നെയും ജയിപ്പിച്ചു. അപ്പം തക്ഷന് മനസ്സിലായി ഇയാള് ഞാൻ പോയി കൊത്തിയാലും രാജാവ് മരിക്കാൻ പോകുന്നില്ല, ഇങ്ങേര് രക്ഷിക്കും. അപ്പം പിന്നെ ഇങ്ങേരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബ്രാഹ്മണന് രാജാവിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും കുറെ സ്വർണങ്ങളും നിധികളും എല്ലാം കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങളെ പാട്ടിന് കൊടുക്കുന്നു. അങ്ങേര് ഇത് കിട്ടിയപ്പം പിന്നെ രാജാവിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ട്, കിട്ടേണ്ട എല്ലാം കിട്ടിയല്ലോ, അതിലും കൂടുതൽ കിട്ടിയിരിക്കുക. അങ്ങേര് പോയി. ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കുന്ന എന്താണ്, വിധിക്ക് തടുക്കാൻ പറ്റൂല, നല്ല ആൾക്കാർക്കും അതിന്റെ അടുത്ത് പോലും എത്താൻ പറ്റൂല. ആ സമയത്ത് നല്ല ആൾക്കാർക്ക് സഹായിക്കാൻ അടുത്തുപോലും എത്തുവാൻ പറ്റൂല, അവരെ ഏതെങ്കിലും പ്രലോഭനത്തിൽ മാറ്റിക്കളയും. പിന്നെ തക്ഷണം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറെ സന്യാസിമാരെയല്ല അങ്ങേരെ ശിഷ്യന്മാരെ സന്യാസി വേഷത്തിൽ കെട്ടിച്ച് ഒരു ആപ്പിളിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് രാജാവിന്റെ അടുത്തേക്ക് പോയി. സന്യാസിമാരെ കയറ്റണമല്ലോ. അപ്പൊ രാജാവിന്റെ ചുറ്റത്ത് ആരാണ്? സന്യാസന്മാരാവുള്ളൂ. ഏത് വേഷം കെട്ടിയത്? കള്ളന്മാരായിട്ട് വേഷം കയറിയിട്ടാണ്. പാമ്പുകളെല്ലാം പിടിച്ചിട്ട് വേഷം കെട്ടിച്ചിട്ട് സന്യാസിയാക്കിയിട്ട്. അപ്പൊ നമ്മളെ ചുറ്റിൽ ആരാ ഉണ്ടാവുക? മോശ സമയത്ത് ഇത്തരം കക്ഷികളാണ്. അവരെല്ലാം സൂക്ഷിച്ചിട്ടില്ലെങ്കിലും നമ്മളെ കാര്യം പോക്കാന്നാ പറഞ്ഞു വരുന്നത്. നേരത്തെ പറഞ്ഞതെല്ലാം ഇവിടെ ശരിയായി വരികയാണ്. എന്നിട്ട് അവിടെ പോകുന്നു, രാജാവ് പഴമെടുത്ത് കഴിക്കുന്നു, തട്ടം കയറുന്നു, മരിക്കുന്നു. അപ്പൊ എന്തെല്ലാം ഇവിടെ തന്നെയായി നടക്കേണ്ടത് നടക്കും. നല്ല ആൾക്കാർക്കൊന്നും നമ്മളെ അടുത്ത് പോലും വരാൻ പറ്റില്ല. അങ്ങനത്തെ സമയത്ത് നമ്മളെ ചുറ്റും നിൽക്കുന്നവരെല്ലാം കാണാൻ നല്ല സന്യാസിമാരെല്ലാം പോലെയിരിക്കും, പക്ഷെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇത്തരം മോശമായ അവസരങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതേ പ്രശ്നങ്ങൾ വേറെ ആർക്കും ഉണ്ടായിട്ട് അവരടുത്ത് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതേ തരത്തിൽ പരിഹാരം കണ്ടെത്തിക്കൊള്ളുക. അല്ലാതെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടിയേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ അത് ഈ ഗ്രഹം തന്നെയായിരിക്കും ചിലപ്പോൾ ചുറ്റിലും വന്ന് ഇത്തരത്തിൽ വേഷം കെട്ടി നിൽക്കുന്നത്. ഇനി യജുർവേദത്തില് അപ്പോൾ പിന്നെയുള്ളൊരു കാര്യമാണ് ഈ ഇത് വേറൊരു വിഷയത്തിലേക്കാണ് കിടക്കുന്നത്. നമ്മള് കർമ്മത്തെപ്പറ്റി പറയാൻ പോവുകയാണ് ഇനി. ഈ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് കർമ്മത്തെപ്പറ്റി കുറച്ച് ചിന്തിക്കാം. യജുർവേദത്തില് 19:7 പറയുകയാണ്, ഓരോരുത്തർക്കും ഓരോ കർമ്മം നിർണയിച്ചിട്ടുണ്ട്. ആരും തന്നെ ഇവിടെ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല. നമുക്കെല്ലാം ഓരോ കർമ്മം തന്നിട്ടുണ്ട്. ആ കർമ്മത്തിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അത് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഇന്നാക്കി ഇന്ന സമയത്ത് ഇന്ന കർമ്മങ്ങളെല്ലാം വിധിച്ചിരിക്കുന്നതെന്നുള്ളതിന്റെ ഭാഗമായിട്ട് ആ കർമ്മവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മളെല്ലാം ഓരോ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. കർമ്മം ചെയ്യാതെ ഒരാളും ഇരിക്കുന്നില്ല എന്നാണ് ഇവിടെ യജുർവേദം 19:7 പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ കർമ്മം വിധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 40:2 പറയുന്നു യജുർവേദത്തില്, കർമ്മം ഒരിക്കലും മനുഷ്യരിൽ നിന്നും മാറുന്നില്ല, കർമ്മം ചെയ്ത് സ്വതന്ത്രരാണ്. നമുക്കെല്ലാം ഓരോ കർമ്മം വിധിച്ചിട്ടുണ്ട്. ആ കർമ്മം ചെയ്യാനാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലവര് ചോദിക്കും, ഒരു കർമ്മവും ചെയ്യാതെ ഇരിക്കുന്നില്ലേ ചിലവര്? കാരണം നമുക്കറിയാം ചിലവരെല്ലാം സമൂഹത്തിൽ ഇപ്പൊ പുറത്തല്ലേ ഇരുന്നിട്ട് വെറുതെ വേറെ ഒന്നും ചെയ്യാതെ ഭരണക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് സമൂഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ടെല്ലാം ഇരിക്കുന്ന കുറെ ജനങ്ങൾ പുറത്തുണ്ട്. പക്ഷെ അവരെല്ലാം കർമ്മം ചെയ്യുന്നുണ്ട്. നമ്മള് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെല്ലാം നമുക്ക് നോക്കുമ്പോൾ അവിടെ എവിടെയായാലും ഇരിക്കുന്നുണ്ട് കുറെ എണ്ണം. വന്നിട്ട് കുറെ കുറ്റങ്ങൾ പറയാ, ഭരണത്തെ കുറ്റം പറയാ, അതിനെ കുറ്റം പറയാ, ഇതിനെ പറ്റി വേറെ പണിയൊന്നുമില്ല രാവിലെ തൊട്ട് പോയത്. അപ്പൊ നമ്മളെ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇവനൊന്നും വേറെ പണിയില്ലേ, വെറുതെ അവിടെ കിടന്ന് വാരി അടിക്കുക സമയം കളയുന്നു. പക്ഷെ അവരും ചില സമയത്ത് കർമ്മം ചെയ്യുന്നു.
എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ അവിടെ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ നല്ല വേഷവും ഷർട്ടും എല്ലാം ഇട്ട് നടക്കുന്നവരൊന്നും നമ്മളെ തൊടാൻ പോകുന്നില്ല. തൊടാൻ പോകുന്നത് ഇവരാണെങ്കിലും ചാടിപ്പിടിച്ച് വന്നെല്ലാം എടുത്തിട്ട് ആശുപത്രിയിലെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പം ചില സമയത്ത് അവർക്ക് കർമ്മം ചെയ്യാനില്ല. അവർ എന്തുകൊണ്ടാണ് സമൂഹത്തിനെ അല്ലെങ്കിൽ ഭരണത്തെ എല്ലാം വിമർശിച്ചിരിക്കുന്നത്? അവർക്ക് ജോലിയൊന്നും ഇഷ്ടപ്പെട്ട ജോലിയില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരമില്ല, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സമൂഹത്തിൽ മാറി ഒന്നും ചെയ്യാതെ ദൂരെ എവിടെയോ നിന്ന് ഈ സമൂഹത്തെ തന്നെ പഴിച്ചുകൊണ്ട് ജീവിതം കഴിയുകയാണ്. അവർക്ക് ജോലിയെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. പക്ഷെ അവിടെ വേസ്റ്റാകുന്ന എന്താണ്? മനുഷ്യ പ്രയത്നമാണ്. സമൂഹത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് മനുഷ്യ പ്രയത്നമാണ്. അവിടെ കിടന്ന് ഉപയോഗിക്കുന്ന മനുഷ്യ വെറുതെ കളഞ്ഞിട്ട് അതും ഇതും പറഞ്ഞ് കളയുന്ന ആ മനുഷ്യരുണ്ടല്ലോ, യുവാക്കളെല്ലായിരിക്കാം. അവരുടെ ആ മനുഷ്യ പ്രയത്നം എന്തെല്ലാം രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. അവർക്ക് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ജോലിയില്ലാത്തവര്, പട്ടിണിക്കാര്, അങ്ങനെ വീട്ടിൽ നിന്ന് പല പ്രശ്നങ്ങളും കൊണ്ട് എല്ലാം ഉള്ളവരായിരിക്കും. എല്ലാ ഉയർന്ന വിദ്യാഭ്യാസം എല്ലാം ഉള്ളവരായിരിക്കും, സാമ്പത്തികം ഉണ്ടായിരുന്നു. പക്ഷെ അനുഭവിച്ച ഒരു ജോലി കിട്ടുന്നില്ല, പഠിക്കുകയെല്ലാം ചെയ്ത്. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു വലിയ സമൂഹം പുറത്തുനിന്നാകുമ്പോൾ അവർ സമൂഹത്തിനെതിരായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ സമൂഹത്തിന്റെ ഒരു ബാധ്യതയായി മാറും. പക്ഷെ അവരും കുറ്റം പറയുന്നതും അവരൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് തയ്യാറായി നിൽക്കുന്നത്. കാരണം ഇത് സമൂഹത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു തലവേദനയായിട്ട് മാറും. അപ്പൊ അവരുടെ കർമ്മം ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാവുമല്ലോ. അപ്പൊ ചില ഇലക്ഷനെല്ലാം വരുമ്പോൾ ഇവരായിരിക്കും ഇറങ്ങിത്തിരിച്ചിട്ട് മറുപക്ഷത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. കാരണം അവർ അതൃപ്തരാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ജോലിയില്ല, അല്ലെ അതൃപ്തരാണ്. അങ്ങനെ പണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് ഈ സ്വാതന്ത്ര്യം നേടാൻ ശ്രമിച്ചവരിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അന്നത്തെ ഭരണവർഗം ഇവരെല്ലാം കഷ്ടപ്പെടുത്തിക്കൊണ്ട് കുറെ പേര് അതിനകത്ത് ഇറങ്ങിത്തിരിച്ചു. അതിന്റെ പ്രതികാരം എന്ന നിലയിൽ ഇറങ്ങിത്തിരിച്ചു, സ്വാതന്ത്ര്യ സമരത്തെ പങ്കെടുത്തി. അങ്ങനെയെല്ലാം സ്വാതന്ത്ര്യം നേടുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഈ വിഭാഗം വലിയ സംഭാവനകൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മൾ ശ്രീലങ്കയിൽ നോക്കണം, അവിടെ ഇറങ്ങിത്തിരിക്കുന്നവരെല്ലാം ഒരു കാലത്ത് എന്താണ് അതൃപ്തരായിട്ട് ഇങ്ങനെ പുറത്തു നിന്നവരാണ്. അപ്പൊ അവർക്കെല്ലാം കർമ്മമുണ്ട്. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ചിലപ്പോൾ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശ്രീലങ്കയിൽ നടക്കുന്ന കണ്ടില്ല എന്തെല്ലാം സംഭവങ്ങൾ അവർ മാറ്റിമറിക്കുന്നു. സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മൾ ബ്രിട്ടീഷുകാരെ തന്നെ ഓടിച്ചില്ലേ, അതിന്റെ ശക്തി ആരാണ്? അപ്പൊ ഇവർക്കെല്ലാം അതൃപ്തരായ ജനങ്ങള് രാഷ്ട്രത്തിന്, അത് ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവർ വലിയ മാൻ പവറാണ് അവിടെയുള്ളത്. ആ മാൻ പവറിനെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മിക്കുക ശരിയായ മൂലധനം എന്ന് പറയുന്നത് മനുഷ്യ പ്രയത്നമാണ്. ആ പ്രയത്നം വേസ്റ്റായി പോവുകയാണ്. ഇങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് അവർ പറയുന്നത് ഭരണത്തെയാണ്, സമൂഹത്തെയാണ് പറയുക. അവർ ഇന്നല്ലെങ്കിൽ നാളെ അതൊരു തലവേദനയായി മാറും. അപ്പൊ എല്ലാവരും പല തരത്തിലുള്ള വാദിയായിട്ടും പ്രതിയായിട്ടും ഭരണപക്ഷമായിട്ടും പ്രതിപക്ഷമായിട്ടും എല്ലാമായിട്ട് ഒന്നും ഉള്ളവനും ഇല്ലാത്തവനും എല്ലായിട്ടുള്ള പല വിഭാഗങ്ങളായി തിരിഞ്ഞിട്ട് അവരും പല കർമ്മങ്ങളും പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ ചുമ്മാ ഒന്ന് കിടക്കുകയാണെങ്കിലും നമ്മൾ കർമ്മം ചെയ്യുകയാണ്, നമ്മൾ ചിന്തിക്കുകയാണ്. ഈ ചിന്തയിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. വെറുതെ കിടന്ന് ആലോചിക്കുമ്പോൾ പുതിയ ആശയങ്ങൾ തലയിൽ ഇങ്ങനെ കയറി വരും. അത് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കും. അപ്പോൾ ഓരോ ആളും ഓരോ നിമിഷവും എന്ത് ചെയ്യുന്നുണ്ട്? കർമ്മം ചെയ്യുന്നുണ്ട് എന്ന് യജുർവേദം പറയുന്നു. ഓരോരുത്തർക്കും ഓരോ കർമ്മം വിധി നിർണയിച്ചിട്ടുണ്ട്. കർമ്മം ഒരിക്കലും മനുഷ്യനിൽ നിന്നും മാറുന്നില്ല. കർമ്മം ചെയ്ത് സ്വതന്ത്രരാകണം. അപ്പൊ ഈ കർമ്മം ചെയ്യാനാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അവന്റെ കർമ്മമാണ് ജ്യോതിഷം പറഞ്ഞു തരുന്നത്. ഇനി യജുർവേദത്തിൽ തന്നെ 12:67 പറയുന്നു, അക്ഷരത്തെ അറിയുന്നവരും കവികളുമായവർ ഓരോ കാലത്തിലും പ്രത്യേകം ചിന്തകൾ ഉണർത്തുന്നു. അതിലൂടെ പല വഴികളും സൃഷ്ടിക്കപ്പെടുന്നു. അതിനു മുമ്പ് തന്നെ പല വഴികളും സൃഷ്ടിക്കപ്പെടുന്നു. ധൈര്യമുള്ളവർ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവർ. അതായത് അക്ഷരത്തെ അറിയുന്നവരും കവികളുമായവർ, അതായത് കവികള്, ചിന്തകര്, അക്ഷരത്തെ അറിയുന്ന ചിന്തകര് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാലത്തിലും പ്രത്യേകം ചിന്തകൾ ഉണർത്തുന്നു.
അവരുടെ ചിന്താഗതികൾ, പുതിയ ആശയങ്ങൾ, പുതിയ ചിന്താഗതികൾ സമൂഹത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കുന്നുണ്ട്. പല ചിന്തകന്മാരുടെയും തത്വചിന്തകരുടെയും എല്ലാം ചിന്തകൾ സമൂഹത്തിലേക്ക് പുതിയ വഴികൾ തുറന്നു കൊടുത്തുകൊണ്ട് ആശയം പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രത്യേക ചിന്തകൾ ഉണർത്തുന്നു. അതിലൂടെ പല വഴികളും തുറക്കപ്പെടുന്നുണ്ട്. ധൈര്യമുള്ള അവർ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവരാണ്. കാരണം ദേവന്മാർ എന്ന് പറഞ്ഞാൽ കാലമാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. മുന്നോട്ടേക്ക് നയിക്കുവാൻ ഇത്തരം ഓരോ കാലത്തിലും ഉണ്ടാകുന്ന ചിന്തകരുടെ ചിന്തകള് പല വഴികൾ നമുക്ക് തുറന്നു തരുന്നുണ്ട്. ഈ വഴികളിലൂടെ നിങ്ങൾ നീങ്ങൂ. ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വേണ്ടി ഈ വഴികളിലൂടെ നിങ്ങൾ അവർ ധീരന്മാരാണെന്ന് പറയാണ്. കാരണം ആ വഴികൾ ചിലപ്പോൾ ഭരണവർഗത്തിന് പോലും ഇഷ്ടപ്പെടില്ല. അവർ തെറ്റുകുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനുള്ള പരിഹാരം ഇന്ന വഴിയിലൂടെ നേർക്കാനാണെന്നുള്ള ചില ചിന്താഗതികൾ അവർ ഉണ്ടാക്കിയെടുക്കും. അതാണ് ചിന്തകര്. ലോകത്തിന്റെ ചരിത്രം മാറ്റിയെടുത്തിയത് ഇത്തരം തത്വചിന്തകരെല്ലാം തന്നെയാണ്. അത് ഏതിൽ പറയുന്നു? യജുർവേദം 12:67 ഋഷി വിശ്വവാസു പറയുന്നു. എന്നിട്ട് അതിൽ തന്നെ 17 യജുർവേദത്തിൽ 17:94 ഋഷി വാമദേവൻ പറയുന്നു, വാക്ക് ഹൃദയത്തിലുണ്ടായി മുന്നേറുന്നു. അങ്ങനെ ആ ചിന്തകൾ വാക്കായിട്ട് ഹൃദയത്തിൽ നിന്നും മുന്നേറുന്നു. ഈ വിജ്ഞാന വിശേഷങ്ങൾ മുന്നേറുന്നു. ഈ ജ്ഞാനവിശേഷങ്ങൾ മുന്നേറുന്നു. അപ്പം ചിന്തയില് കവികളായവരുടെ ചിന്തകരിൽ നിന്നും പുതിയ ആശയങ്ങൾ ഉണ്ടായി, പുതിയ വഴികൾ ഉണ്ടായിട്ട് ഓരോ കാലഘട്ടത്തിലും അതിനുള്ള വഴികൾ, പുതിയ വഴികൾ തെളിച്ചുകൊണ്ട് ആശയങ്ങൾ ഹൃദയത്തിലുണ്ടായിട്ട് ജ്ഞാനവിശേഷങ്ങൾ മുന്നോട്ടേക്ക് മുന്നേറുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? ആ വാമദേവൻ തന്നെ 17:95 കാറ്റിനേക്കാളും വേഗത്തിലാണ് ജ്ഞാനപ്രവാഹം. ഇങ്ങനെയുള്ള ആശയങ്ങൾ കാറ്റിനെക്കാട്ടിയും വേഗത്തിൽ സമൂഹത്തിൽ പ്രചരിക്കും. പ്രതിബന്ധങ്ങളെ നേരിടാൻ ഈ ചിന്തകളെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പൊ സാധാരണ ജനങ്ങൾ പ്രതിബന്ധങ്ങൾ നേരിടാൻ, നമുക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ ഈ ചിന്തകളെ ആവശ്യം. ഇത്തരം ചിന്തകര് മുന്നോട്ട് വെക്കുന്ന വഴികൾ പറഞ്ഞു തരുമ്പോൾ ആ ചിന്തകൾ അവർ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവരാണ്, അവർ ധീരരാണ്. ആ വഴികളിലൂടെ ആ ചിന്തകളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. വേണ്ട രീതിയിൽ പ്രയോഗിച്ചാൽ, ആ ചിന്തകളെ വേണ്ട രീതിയിൽ നമ്മൾ പ്രയോഗിച്ചാൽ ഐശ്വര്യം ലഭിക്കുമെന്ന് പറയുന്നു. അപ്പൊ നമ്മളെ കഷ്ടപ്പാടെല്ലാം നീങ്ങി ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കണമെങ്കിൽ, ലോകം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇത്തരം ചിന്തകർക്ക് ഓരോ കാലഘട്ടത്തിലും പല ചിന്തകൾ ഉണ്ടാകും. ആ ചിന്തകരിൽ ചില വഴികൾ നമുക്ക് പറഞ്ഞു തരും. അതിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് ധീരമായിട്ട് മുന്നോട്ടേക്ക് പോകണം. എങ്ങനെ മുന്നോട്ട് പോകണം? അത് 17:38 ഋഷി അപ്രതിരിക്ത പറഞ്ഞിരുന്നു. മനുഷ്യർ ഒരുമിച്ചു നിന്ന് ദൈവത്തെ സാക്ഷിയാക്കി തിന്മക്കെതിരെ പോരാടട്ടെ. മനുഷ്യർ ഒരുമിച്ച് നിന്ന് ഒറ്റക്ക് നിന്നിട്ട് പോരാടാൻ പറ്റില്ല. കൂട്ടമായി നിന്നുകൊണ്ട് ദൈവത്തെ സാക്ഷിയാക്കുക എന്ന് പറഞ്ഞാൽ കാലത്തെ സാക്ഷിയാക്കിയും കാലത്തെ മുന്നോട്ടേക്ക് നയിക്കുക. കാലമാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കാലത്തെ സാക്ഷിയാക്കി, ദൈവത്തെ സാക്ഷിയാക്കി തിന്മക്കെതിരെ പോരാടട്ടെ. നാട്ടിലുള്ള അരാജകത്വങ്ങളും തിന്മക്കെതിരെ പോരാടട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് എന്തും അതേ അപ്രതിരക്ത തന്നെ 17:39 പറയുന്നു, ഒരുമിച്ചു ചേരുന്ന വീരന്മാർ പരാജയം അറിയാത്തവരാണ്. അങ്ങനെ സംഘടിച്ച് നീങ്ങുന്നവർ പരാജയം അറിയാത്തവരാണ്. ശത്രുക്കൾക്ക് അവരെ ഒന്നും ചെയ്യുവാനാവില്ല. അവർ വിജയിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് വേണം? ഓരോ കാലഘട്ടത്തില് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിന്തകരായവര് അവരുടെ ബുദ്ധിയിൽ നിന്ന് ചില മാർഗങ്ങൾ ജ്ഞാനമായിട്ട് വെളിയിലേക്ക് പ്രവഹിക്കും. അത് കാറ്റിന്റെ വേഗത്തിൽ പ്രചരിക്കും. അപ്പോൾ അവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അതിലൂടെ അവരെ വേണം സാധാരണ ജനങ്ങൾ ആശ്രയിക്കാൻ. അതിനെ ആ ചിന്തകളെ ശരിയായ വഴികളിലൂടെ മുന്നേറിയാൽ നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കും. എങ്ങനെ മുന്നേറണം? സംഘടിച്ച് അധർമ്മത്തിനെതിരായിട്ട് പോരാടട്ടെ. സംഘടിച്ച് മുന്നേറുമ്പോൾ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ മുന്നേറിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് ഈ അധ്യായത്തിൽ പറയാനുള്ളത്. ഈ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു.